ഹായ്, ഓടത്തെ കിച്ചണിലേക്ക് സ്വാഗതം. ട്രഡീഷണൽ ആയിട്ടുള്ള പലഹാരമാണെന്ന്. അരിപ്പൊടി മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പിടിയാണ്. കാലങ്ങളായിട്ട് ക്രിസ്ത്യൻസിൻ്റെ സ്പെഷ്യൽ പലഹാരമാണ്. ചിക്കൻ കറി കോമ്പിനേഷനായിട്ട് കഴിക്കാം. സ്പൈസി ആയിട്ടുള്ള കറികളാണ് കൂടുതൽ ചേരുക. ഒരു വലിയ ബൗളിൽ അരിപ്പൊടി എടുക്കാം. ഈ കപ്പിൻ്റെ അളവിലാണ് എടുക്കണേ. 1.5 കപ്പ് അരിപ്പൊടി വേണം. നൈസായിട്ട് പൊടിച്ച് വറുത്ത അരിപ്പൊടിയാണ്. 1.5 കപ്പ് അരിപ്പൊടിയായി. ഇനി ഇതിലേക്ക് 1 കപ്പ് നാളികേരം ചിരകിയത് ചേർക്കാം. ഒന്ന് യോജിപ്പിക്കാം. ഇനി ചതയ്ക്കാനുള്ളത് എടുക്കാം. ഒരു 10 ഉള്ളി തൊലി കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചതയ്ക്കുമ്പോൾ തെറിച്ചു പോകാണ്ടിരിക്കാനാണ് ഒന്ന് മുറിച്ചത്. 8 വെളുത്തുള്ളി അല്ലി. ഫ്ലേവർ കുറച്ച് മതിയെന്ന് വെച്ചാൽ ഇതിൻ്റെ എണ്ണം കുറയ്ക്കാം. 1/2 ടീസ്പൂൺ ജീരകം. ഇത്രയാണ് ചതയ്ക്കാൻ വേണ്ടത്. ഉള്ളിയും വെളുത്തുള്ളിയും ജീരകവും കൂടി ചതച്ചെടുക്കാം. ഇപ്പോൾ പാകത്തിന് ചതച്ചിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. 2 ഗ്ലാസ് വെള്ളം തിളയ്ക്കാൻ വയ്ക്കാം. പാകത്തിന് ഉപ്പ്. ഇതിലേക്ക് ചതച്ചെടുത്തത് ചേർക്കാം. ഇങ്ങനെ തിളപ്പിക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം തിളപ്പിച്ചാലും കുഴപ്പമില്ല. അരിപ്പൊടി അബ്സോർബ് ചെയ്യുന്നതിനനുസരിച്ച് വെള്ളം നമുക്ക് ചേർക്കേണ്ടി വരും. ഇപ്പോൾ സാധാരണ കണക്കിനാണ് 2 ഗ്ലാസ് എടുത്തേക്കണേ. ഈ ചതച്ചിട്ടതിൻ്റെയൊക്കെ എസൻസ് വെള്ളത്തിലേക്ക് ഇറങ്ങണം. ഒന്ന് തിളച്ച് വരട്ടെ. മീഡിയം ഫ്ലെയിമിൽ 2-3 മിനിറ്റ് തിളപ്പിക്കാം. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. അരിപ്പൊടിയും നാളികേരം എടുത്ത് വെച്ചതിലേക്ക് തിളച്ച വെള്ളം ചൂടോടെ ഒഴിക്കാം. കുറേശ്ശെ ആയിട്ട് ചേർക്കാം. ഒപ്പം സ്പൂൺ കൊണ്ട് ഇളക്കി മിക്സ് ചെയ്യുകയും ചെയ്യണം. വെള്ളം അധികം ആവണ്ട. വേഗം അബ്സോർബ് ചെയ്യും പൊടി. പാകത്തിന് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് ചൂട് കുറയാൻ വേണ്ടി മാറ്റി വയ്ക്കാം. മിക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ പൊടിയായിട്ട് കിടക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. മാവിലേക്ക് വെള്ളം ചേർന്ന് വരാത്ത ഭാഗം ബൗളിൻ്റെ അടിവശത്തുണ്ടോ എന്ന് ഇങ്ങനെ നല്ലോണം ഇളക്കി നോക്കുമ്പോൾ കാണാം. അതിനനുസരിച്ച് മാത്രം വെള്ളം ചേർക്കാം. ഇത്രയും കൂടെ വെള്ളം ഒഴിക്കാം. മതിയാവും. ഈ തിളച്ച വെള്ളത്തിൽ തന്നെ പകുതി വേവാവും പൊടിക്ക്. ഇനി 2-3 മിനിറ്റ് വലിയ ചൂടൊന്ന് കുറഞ്ഞ് കുഴയ്ക്കാം. സഹിക്കാൻ പറ്റുന്ന ചൂടാകുമ്പോൾ തന്നെ നമ്മൾ കുഴച്ച് തുടങ്ങണം. 2-3 മിനിറ്റ് കുഴയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആവും മാവ്. തരിയൊന്നും ഇല്ലാത്ത പോലെ കുഴച്ചെടുക്കണം. ഇപ്പോൾ പാകത്തിന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ പിടിക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാണ്ട് വരുന്നുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് മാവ് മാറ്റി വയ്ക്കണം. പിടിയിലുള്ള വെള്ളത്തിൽ ഇത്തിരി കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് തിക്ക് ഗ്രേവി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചേർക്കുക. അപ്പോൾ ഇത്രയും മാവ് എടുത്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ നല്ലോണം കുഴച്ച് സോഫ്റ്റ് ആക്കി വെച്ച മാവാണ്. ഉരുട്ടിയെടുക്കാനുള്ളതാണിത്. ഇത് കുറച്ച് മാറ്റി വെച്ചതും. ഇനി കുഞ്ഞു ബോൾസ് ആക്കാം. വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആണെങ്കിൽ കയ്യിൽ എണ്ണയൊന്നും പുരട്ടേണ്ട കാര്യമില്ല. ഇങ്ങനെ ഷേപ്പിൽ എടുക്കാൻ പറ്റും. വലിപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് വ്യത്യാസപ്പെടുത്താം. ഇങ്ങനെ എല്ലാം ഉരുട്ടിയെടുക്കാം. സ്റ്റവിൽ പാത്രം വെച്ചിട്ട് ഒരു 3/4 കപ്പ് വെള്ളം ഒഴിക്കാം. ഇതിലേക്ക് വേണ്ട ഉപ്പിടാം. നേരത്തെ മാവ് കുഴയ്ക്കാൻ വേണ്ടി ഉള്ളിയിട്ട് തിളപ്പിച്ച വെള്ളത്തിൻ്റെ ബാക്കിയാണിത്. അതും കൂടി ഒഴിച്ചിട്ട് വെള്ളം തിളപ്പിക്കാം. ഹൈ ഫ്ലെയിമിലാക്കാം. വെള്ളം നല്ലോണം തിളച്ചു. ഇനി ഉരുളകളിടാം. പതുക്കെ വെള്ളത്തിലേക്ക് ആവണ പോലെ സെറ്റാക്കി വയ്ക്കാം. കൂടുതൽ ഇളക്കിയാൽ കുഴഞ്ഞ് അലിഞ്ഞു പോകും ബോൾസ്. നല്ലോണം തിളച്ചു. 1 മിനിറ്റ് തിളച്ച ശേഷം മാത്രം ഇളക്കാം. ഉരുളകൾ കൂടിച്ചേർന്ന് കിടക്കുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആക്കാം പതുക്കെ. തിളച്ച് കഴിയുമ്പോൾ വേഗം വെവ്വേറെ ആയിക്കോളും ബോൾസ്. 10 മിനിറ്റ് വേവണം. ഇപ്പോൾ നല്ലോണമായി. ഇനി ഫ്ലെയിം കുറച്ചിട്ട് മാറ്റി വെച്ച മാവിൽ വെള്ളം ചേർത്തിട്ട് ഒഴിക്കാം. കട്ടയുടച്ച് പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഇതിലേക്ക് ചേർക്കാം. ഇപ്പോൾ വെള്ളത്തിൻ്റെ കട്ടി കൂടി വന്നിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ നാളികേരം ചേർക്കാം. കഴിക്കുമ്പോൾ തരിയായിട്ട് കടിക്കാനും ഉണ്ടാവും. കുറച്ച് നേരം ഒരു മിനിറ്റൊക്കെ തിളച്ചാൽ മതി. ഇനി നാളികേരപ്പാൽ ചേർക്കാം. 1 കപ്പ് പാലാണ്. ഇതൊന്ന് തിളച്ചാൽ ആയിക്കഴിഞ്ഞു. നല്ലോണം ഗ്രേവി കുറുകിയിട്ടുണ്ട്. ബോൾസ് ഒന്നും ഉടഞ്ഞിട്ടുമില്ല. സ്റ്റവ് ഓഫ് ചെയ്യാം. അങ്ങനെ നല്ല സ്വാദുള്ള പിടി റെഡി ആയി കഴിഞ്ഞു. ചിക്കൻ കറിയുടെ ഒപ്പം കഴിച്ചാൽ എത്ര കഴിച്ചാലും മതിയാവില്ല. ഇഷ്ടമായ ഓടത്തെ കിച്ചൻ ലൈക്ക് ചെയ്യുക. വേറൊരു വിഭവമായിട്ട് വേഗം കാണാം. താങ്ക് യു.